ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇത് നമ്മൾ പാൻറ്റീസും അതുപോലെ തന്നെ ബ്രാസ് ആണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും മസ്റ്റ് ഹാവ് ആയിട്ടുള്ളതും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ആദ്യത്തേന്ന് പറഞ്ഞാല് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ബ്രായാണ് ഇത്. കണ്ടോ, ഇപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സാധനം ട്രൈ ചെയ്യട്ടെ. ബിഗിനേഴ്സ് തന്നെ ഇല്ല, നമുക്കിപ്പോ എന്താ പറയാ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, ബാക്കിലോട്ട് കൊണ്ടുപോയി എനിക്ക് ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഇത് വരുന്നത്. നമുക്ക് ഈസി ആണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് മുകളിലോട്ട് ഇതിങ്ങനെ ആക്കിയാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലേസ് പാറ്റേൺ കൂടി വരുന്നുണ്ട് കേട്ടോ. അതിനും ഒരു അടിപൊളി നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല എലാസ്റ്റിക് ആണ് കണ്ടോ, സൂപ്പർ എലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ള കട്ടിങ് അങ്ങനെ ഒരു മെയിൻ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് വരുന്നത്. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്, സൂപ്പർ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ. വൈറ്റ് മാത്രമല്ല, ബ്ലാക്ക് ഉണ്ട്, ഒരു ബേബി ഈ ഒരു പിങ്ക് കളർ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഒരു വൈറ്റ് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ്, നല്ല ഒരു എലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രാപ്പാണ്. എല്ലാം കൂടെ നമുക്ക് അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഈ ഒരു ലേസ് പാറ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി സാധനം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂഡ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ എപ്പോഴും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള നമുക്ക് മാറ്റിയിടാൻ പറ്റുന്ന സ്ട്രാപ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ബാക്ക് സൈഡിലും നമുക്ക് സെയിം തന്നെയാണ്, ഇതുപോലത്തെ സ്ട്രാപ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ബാക്ക് ഭയങ്കരമായിട്ടും ഇറക്കുള്ളതും അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വൈറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ബാക്ക് കാണില്ല, നമുക്ക് നല്ല ഭംഗിയിൽ ഇത് കെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പൊ എന്താ പറയാ, സാരീസ് ഒക്കെ ആയാലും ചിലപ്പോൾ ഇങ്ങനെ റൗണ്ട് കട്ടോ അല്ലെങ്കിൽ നന്നായിട്ടുള്ള വി നെക്കോ ബാക്കിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രൈ ചെയ്യാം. അപ്പൊ ഇത് അങ്ങനെ വൃത്തികേട് ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു സൈഡിലാണ്, നമുക്ക് ഈ ഒരു സൈഡിലുണ്ടല്ലോ ആ സൈഡിലാണ് നമുക്ക് ഹുക്ക് വരുന്നത്. ഇത് നമുക്ക് ഒരു ഹുക്കേ ഉള്ളൂ കേട്ടോ. കണ്ട, ഒരു ഹുക്കിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ടൈപ്പ് ഇത് മാറ്റി നമുക്ക് ഇടുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പൊ സ്ട്രാപ്പ് നമുക്ക് എപ്പോഴും ഇത് ഇടുന്ന ഇല്ലെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് തുണിയുടെ ആയാലും നമുക്ക് ഉണ്ടെങ്കിൽ അതായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാൻഡ് വന്നിട്ട് കുറച്ചും കൂടി വിഡ്ത്ത് ആയിട്ടുള്ള ബാൻഡാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ന്യൂഡ് കളേഴ്സ് നമുക്ക് എന്തായാലും ഒരെണ്ണം വേണം. പിന്നെ ന്യൂഡ് കളേഴ്സ് ആകുമ്പോൾ പിന്നെ ഇതുപോലത്തെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. എന്താ വെച്ചാൽ വൈറ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ബാക്കിൽ നന്നായിട്ട് എടുത്ത് കാണിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ട്രൈ ചെയ്യേണ്ടതാണ് ഈ ഒരു എന്താ പറയാ സ്ട്രാപ്പ്, ഇങ്ങനത്തെയുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ വിചാരിക്കും ഭയങ്കര റേറ്റ് ആണ്, പക്ഷെ ഭയങ്കര റേറ്റ് ഇല്ല. നമുക്ക് ഇതിന് 280 റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾ ഇത് സാധാരണയായിട്ട് 280 ആണ് വരുന്നത്. നിങ്ങൾ സിംഗിൾ പീസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു 3 ഒക്കെ എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് നമുക്ക് 799 അങ്ങനെ ആയിട്ടും കിട്ടും. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വാങ്ങിക്കായിരിക്കും കുറച്ചും കൂടി ലാഭം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ബട്ടർഫ്ലൈ ഷേപ്പില് ഒരു എന്താ പറയാ നെറ്റ് ഡിസൈൻ വരുന്നതാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ, അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിച്ചത്. എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് നമുക്ക് പുറത്തേക്ക് അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഒരു ഫുൾ കപ്പായിട്ടുള്ള ബ്രായാണ് ഇത് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു കണ്ടോ നോൺ വയേർഡ് ആണ്, പക്ഷെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ബ്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറച്ച് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ബ്രാസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതും നല്ല ഒരു അടിപൊളി ബ്രാ ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇവരുടെ മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോ കുറെ നാളായി യൂസ് ചെയ്യുന്നത്, ഒരു കുഴപ്പമില്ല. നല്ല എന്താ പറയാ, വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഒരു പാഡഡ് ഒക്കെ ആകുമ്പോൾ ലൈറ്റ്ലി പാഡഡ് ഒക്കെ ആകുമ്പോൾ എപ്പോഴും വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാതെ ജസ്റ്റ് ഷാംപൂ വാഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ, നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്, സൂപ്പർ ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടും നമുക്ക് ചെയ്യാം, നല്ല രസമുണ്ട് കാണാൻ കണ്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ടും ഇതും ഒരു ഫുൾ കപ്പ്
ഉള്ള ബ്രായാണ്. ഫുൾ കപ്പാണ്, നല്ല സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിലൊക്കെ വരെ ഈ ഒരു നെറ്റിന്റെ കണ്ടോ, ഈ നെറ്റ് വരെ നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് എന്താ പറയുക, പാറ്റേൺ വരുന്നത് ഇവിടെ ഇതുപോലെ ഒരു കട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഓവറായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. നല്ല ഒതുങ്ങിക്കെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലും ആണ്. അതുപോലെ തന്നെ എലാസ്റ്റിക് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സൈഡിലൊക്കെ ബൾജ് ചെയ്യാതെ നമുക്ക് അങ്ങനെ ചിലവർക്ക് ഉണ്ടാവും ബൾജ് ചെയ്തിട്ടൊക്കെ നിൽക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് ഇതുപോലത്തെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുകയാണ് കുറച്ചും കൂടി നല്ല കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഓവറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നില്ല, എല്ലാം ഒതുങ്ങി നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരെണ്ണം ട്രൈ ചെയ്യാം കേട്ടോ. സാധാരണ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാം. ഇത് നല്ല സ്ട്രെച്ചബിൾ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇതെനിക്ക് പ്രത്യേകിച്ച് ഒന്നും കൂടി ഇഷ്ടമായിട്ടോ. എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഭയങ്കര എന്താ പറയുക സ്ട്രെച്ചബിൾ ആണെന്ന് കണ്ടോ. ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ ആണ്, ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ്, നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതും ട്രൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് ഒരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ. പക്ഷെ കുറച്ച് ഒരു എന്താ പറയുക ഭംഗി ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ചൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു എംബ്രോയിഡറി അല്ല, സോറി, നെറ്റ് ഡിസൈൻ ഉള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കുറച്ചും കൂടി ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് എക്സ്ട്രാ ബൾജൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ്. നമുക്ക് കുറച്ചും കൂടി കവറേജ് നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി നമുക്ക് സാധാരണ നമ്മൾ ആദ്യത്തെ ഫ്രണ്ട് ഓപ്പൺ കണ്ടപ്പോൾ അതിനൊന്നും അത്ര കുഴപ്പമില്ല. എന്നുവെച്ചാൽ അങ്ങനെ നമുക്ക് ഫുൾ കവറേജ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. മെലിഞ്ഞവർക്കൊക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാൻ രീതിയിലാണ് അത് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം. സ്റ്റിച്ചിങ് തന്നെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഇവിടെയും നമുക്ക് നല്ലൊരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതും നമുക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ വീട്ടിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യും. അത്രയും നല്ല മെറ്റീരിയൽ ആണ്. ഇത് വീട്ടിലൊക്കെ നിങ്ങൾ ഇടാൻ നോക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പൊ വീട്ടിലിടുമ്പോൾ കുറച്ചൊരു ലേസ് വർക്കൊക്കെ ആയാലും നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഗേൾസിനൊക്കെ കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ, കുറച്ചും കൂടി വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യാൻ. അപ്പൊ ഇതും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് വൺ വന്നിട്ട് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു സ്പോർട്സ് ബ്രാ അത്യാവശ്യമായിട്ട് വേണം. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഇതുപോലത്തെ ഒരു സ്പോർട്സ് ബ്രാ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലതിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ നെക്ക് ബാക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇടാൻ. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ടീഷർട്ട് ഇടുന്ന പോലെ ഇടാം. നല്ല സുഖമാണ്, കംഫർട്ടബിൾ ആണ്. ഇത് എന്താ പറയാ നമുക്ക് ടീഷർട്ടിന്റെ അടിയിലൊക്കെ വരെ ഇടാം കേട്ടോ. നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ ഇത് നമുക്ക് പാഡ് ഉള്ളിലുണ്ട് കേട്ടോ. നമുക്ക് റിമൂവബിൾ പാഡ്സ് ആണ്. നമുക്ക് പാഡ് വേണ്ടെങ്കിൽ നമുക്ക് പാഡ് റിമൂവ് ചെയ്യാം കേട്ടോ. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള പാഡഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിപ്പം ഞാനെന്താ ചെയ്യാൻ വെച്ചാൽ ചില സമയത്ത് ഇന്നേഴ്സ് ഒന്നും ഇങ്ങനെ നമ്മുടെ ചില നെക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഇത് ഞാൻ അടിയിലിടും. അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് ഭയങ്കരമായിട്ട് ഡീപ്പ് നെക്കാണെങ്കിൽ നമുക്ക് അതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ വേറെ ഇതൊന്നും കാണാണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല എന്താ പറയാ നെക്ക് അധികം കാണൂല. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബ്ലാക്ക് ആവുമ്പോൾ കറക്റ്റായിട്ട് ബ്ലാക്ക് കുറച്ചും കൂടി ഭംഗിയും കൊടുക്കും. നല്ല സപ്പോർട്ടീവ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇത്. പിന്നെ ഓറഞ്ച് നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഒരു സ്പോർട്സ് ബ്രാ അത്യാവശ്യമാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ വാക്കിംഗ് പോവാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഓടണം ചാടേണ്ട ഒക്കെ അവസ്ഥകൾ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് അടിപൊളിയാണ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോവാണെങ്കിൽ ഇതുപോലത്തെ ഇട്ട് പോവാട്ടോ. അപ്പൊ ഇതും നല്ലതാണ്. നെക്സ്റ്റ് ഇനി പാൻറ്റീസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പാൻറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ന്യൂഡ് കളർ ആയിട്ടുള്ളത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. ഇത് സാധാരണ മോഡലാണ്, ന്യൂഡാണ് കേട്ടോ. ന്യൂഡ് കളറിലുള്ളതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമുക്ക് ഇവിടെ നമുക്ക് എലാസ്റ്റിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ പക്ഷെ ഉള്ളിലാണ് നമുക്ക് എലാസ്റ്റിക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എനിക്ക് പുറത്ത് ഇങ്ങനെ എലാസ്റ്റിക് ആകുമ്പോൾ കുറച്ചൊരു എന്താ പറയാ ഇറിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഡാർക്ക്നെസ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൗസേഴ്സ് ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റീസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അങ്ങനെ അവിടെ ഇറുകി എടുക്കൂല. പിന്നെ നമുക്ക് സുഖമായിട്ടും നമുക്കൊരു ട്രൗസർ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ
എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി അതുപോലത്തെ ഉണ്ടായിരുന്നു ന്യൂഡ് കളർ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം സെലക്ട് ചെയ്തത് കേട്ടോ. ഇത് സാധാരണ സിമ്പിളായിട്ട് ഇവിടെ മാത്രം പുറത്ത് നമുക്ക് എലാസ്റ്റിക്, നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഉള്ളിലാണ് എലാസ്റ്റിക് വരുന്നത്. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മിഡ് വേസ്റ്റിൽ എടുക്കുന്ന കുറച്ചും കൂടി ഒരു മുകളിലോട്ട് കയറി കിടക്കുന്നതാണ്. ഇത് കണ്ടോ, ഒരു ട്രൗസേഴ്സ് മാതിരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാൻ. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കണ്ടോ എലാസ്റ്റിക് ഒക്കെ നമുക്ക് ഇന്നർ എലാസ്റ്റിക് ആണ്, നമുക്ക് ഒരിക്കലും പുറത്തേക്ക് അങ്ങനെ വന്ന് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അവിടെ റാഷസ് വരിക, അതുപോലെ തന്നെ ഭയങ്കര ചിലർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വയർപ്പൊക്കെ ഉണ്ടാവുമ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ പാൻറ്റീസ് സെലക്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. ട്രൗസേഴ്സ് ടൈപ്പ് പാൻറ്റീസ് സെലക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ബോയ് ഷോർട്ട്സ് എന്നാണ് ഇതിനെ പറയാ കേട്ടോ. ബോയ് ഷോർട്ട് എന്നാണ് ഈ ഒരു പാൻറ്റീസിനെ പറയാം. നിങ്ങൾ ഇങ്ങനത്തെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെയാണ് വാങ്ങിക്കുള്ളൂ കേട്ടോ. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഭയങ്കര സുഖമാണ്, നമുക്കൊരു ട്രൗസേഴ്സ് ഒക്കെ ഇട്ട ഫീലാണ് കിട്ടുക കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് മിഡ് വേസ്റ്റ് ആണ്. ഇത് കുറച്ചും കൂടി നമുക്ക് ഹൈ വേസ്റ്റ് ഉള്ള പാൻറ്റീസ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് മിക്കവർക്കും ചെറിയ രീതിയിൽ വയറൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും വേണ്ടതാണ് ഇങ്ങനത്തെ. കുറച്ചും കൂടി നമുക്ക് മുകളിൽ നമ്മുടെ ആ ഒരു പൊക്കളിന്റെ ഒക്കെ അവിടെ വരെ നമുക്ക് ഇട്ട് വെക്കാം. അപ്പൊ എന്തെങ്കിലും വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയാ തട പോലെ നിൽക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട്, നമുക്ക് കുറച്ചൊരു ലേസ് വർക്ക് പോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. നിങ്ങൾക്ക് ഈ ഭാഗം മാത്രമല്ല എല്ലാ ഭാഗവും ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എലാസ്റ്റിക്, നമുക്ക് ഉള്ളിലോട്ടുള്ള എലാസ്റ്റിക് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യട്ടെ കേട്ടോ. എല്ലാ ഭാഗവും നല്ല എന്താ പറയാ സ്ട്രെച്ചബിൾ ആണ്. അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് നന്നായിട്ട് വയറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ. എന്താണെന്ന് വെച്ചാൽ മെലിഞ്ഞോരായാലും ചിലപ്പോൾ വയറുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ ഈ ഒരു നമ്മള് ഈ ഷേപ്പ് വെയർ ഒക്കെ ഇടും, അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഈ മെലിഞ്ഞോർക്കൊക്കെ ഇങ്ങനത്തെ ട്രൈ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മെലിഞ്ഞോർക്ക് എന്തായാലും ഷേപ്പ് വെയർ ചെയ്താൽ ഭയങ്കരമായിട്ട് ഒട്ടി പോവും. അപ്പൊ മെലിഞ്ഞോർക്കും വയറുണ്ടാവും, അവരെന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ഇത് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റും ഞാനൊരു ഹൈ വേസ്റ്റ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതും നമുക്കൊരു നന്നായിട്ടും ട്രൗസർ ടൈപ്പ് പോലെ കിടക്കുന്ന കേട്ടോ. ഇതും നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. ഇതും നമുക്ക് ബാക്കിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കവറേജ് തരും കണ്ടോ. ചില പാൻറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ അങ്ങനെ ഫുൾ കവറേജ് തരില്ല. ഇങ്ങനത്തെ നേരത്തെ കണ്ട പോലത്തെ ഫുള്ളായിട്ട് നമുക്ക് ഒരു ടൈറ്റ്സ് ഒക്കെ ഇട്ട പോലത്തെ ഒരു കവറേജ് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ഡ്രസ്സ് ഇടുമ്പോഴായാലും ഫുൾ കവറേജ്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചൊരു തടി ഉണ്ടെങ്കിൽ കുറച്ചൊരു ബൾജ് ചെയ്ത് നിൽക്കും, അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പൊ ഇതുപോലത്തെ ഒക്കെ ഫുള്ളായിട്ട് കവറേജ് ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനും അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ന്യൂഡ് കളർ ഇന്നറാണ് കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വൈറ്റ് ഇടുമ്പോൾ എടുത്തിങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ന്യൂഡ് കളർ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പൊ ഈ ഒരു പ്രാവശ്യം ഈ ഒരു ന്യൂഡ് കളറും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഹോള്. ഇനി ഇതുപോലത്തെ ഹോളുകൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഹോളാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അങ്ങനത്തെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്